അപ്പം സർജറിയുടെ ഒരു കാര്യങ്ങൾ എവിടെ വരെയായി? സർജറിയുടെ ഇപ്പോൾ ട്രീറ്റ്മെന്റ് എല്ലാം ഏകദേശം ഫൈനലായി. ഇനിയിപ്പോ സർജറിയുടെ ഡേറ്റ് എടുക്കാനുള്ള ഇത് മാത്രമാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ബ്രസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് ഡൗൺ ചെയ്യാന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പൊ നിനക്കന്ന് വിളക്കെടുക്കായിരുന്നല്ലയോ? കാരണം പുരുഷൻ സ്ത്രീവേഷം കെട്ടുന്നു എന്നിട്ട് വിളക്കെടുക്കുന്നു. അതാണല്ലോ കൊറ്റംകുളങ്ങര അമ്പലത്തിൽ നടക്കുന്നത്. നീ സർജറി കഴിയാതെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ജെൻഡർ വുമണായി മാറിയിട്ടില്ലായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് നീ അന്ന് കള്ളം പറഞ്ഞത്? എല്ലാം അങ്ങോട്ട് പൊളിഞ്ഞു വീഴുവല്ലയോ? ജാസി, ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ജാസി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ അറിയാമായിരിക്കും. ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് ജാസി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ വിളക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ജാസി എന്ന് പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അവിടെ തൊഴാൻ വന്നപ്പോഴത്തേക്ക്, സ്ത്രീ എന്ന് പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ആ ഒരു വ്യക്തി അവിടെ തൊഴാൻ വന്നപ്പോൾ അവിടുത്തെ ചില ആളുകൾ അവരോട് വളരെ മോശമായി ബിഹേവ് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ. ഇന്ന് ആ ഒരു വീഡിയോ അന്ന് ഞാൻ ചെയ്തു വെച്ചത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ അതിൽ വെച്ചിരുന്ന ഒരു വീഡിയോ ക്ലിപ്പ് അതെനിക്കിപ്പം യൂസ്ഫുൾ ആയിരിക്കുകയാണ്. എങ്ങനെയാണെന്നല്ലേ, ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി ഈ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനലിന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ഓൺലൈൻ ചാനലിന്റെ വീഡിയോയുടെ കുറച്ച് പോർഷൻസ് ഒന്ന് റിയാക്ട് ചെയ്യാൻ എടുക്കുന്നുണ്ട്. അവർ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് പണിയൊന്നും തരരുത്, കുറച്ച് പോർഷൻസ് എടുക്കുന്നുള്ളൂ റിയാക്ട് ചെയ്യാൻ. പ്രത്യേകിച്ച് ഇവരുടെ ഒരു കള്ളത്തരം ഒന്ന് പൊളിക്കണമെന്ന് എനിക്ക് തോന്നി. അവരിന്ന് ഈ ഒരു ഓൺലൈൻ ചാനലിൽ കയറിയിരുന്ന് പറയുന്ന കാര്യങ്ങളും അന്ന് അവിടെ ആളുകൾ ഇവരെ വട്ടം ചുറ്റിയപ്പോൾ ഇവർ പറയുന്ന കാര്യവുമായിട്ട് ഒരു വ്യത്യാസമുണ്ട്. ഞാനത് വ്യക്തമായി നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ആദ്യമേ നിങ്ങളുടെ ഈ ഒരു പോർഷൻ ഒന്ന് കണ്ടേ. ഇത് കാണുന്നതിന് മുമ്പ് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം സർജറിയുടെ ഒരു കാര്യങ്ങൾ എവിടെ വരെയായി? സർജറിയുടെ ഇപ്പോൾ ട്രീറ്റ്മെന്റ് എല്ലാം ഏകദേശം ഫൈനലായി. ഇനിയിപ്പോൾ സർജറിയുടെ ഡേറ്റ് എടുക്കാനുള്ള ഇത് മാത്രമാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ബ്രസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് ഡൗൺ ചെയ്യാന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോ ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി ഇവര് ഓപ്പറേഷൻ, അതായത് സർജറി ഒന്നും ചെയ്ത് ഇവരൊരു പുരുഷനായിരുന്നു. ആ സർജറി ഒന്നും ചെയ്ത് ഇവര് സ്ത്രീയായി മാറിയിട്ടില്ല. ഓക്കെ, അതിപ്പോ അവര് പറയുന്നുണ്ട് ഇന്റർവ്യൂവിൽ കയറിയിരുന്ന്. ഇനി ആ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് അവരുടെ വന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടോണേ, വളരെ ശ്രദ്ധയോടുകൂടി ഒന്ന് കേട്ടോണേ ഇവരെന്താ പറയുന്നതെന്ന്. വിളക്കെടുക്കാൻ വന്ന ആള് നിങ്ങൾ വിളക്കെടുക്കാൻ വന്ന ആള് അവിടെ വിളക്കെടുക്കാൻ വന്ന ആള് ഞാൻ ട്രാൻസ്ജെൻഡർ ആയ വ്യക്തിയാണ്, എനിക്ക് വിളക്കെടുക്കാൻ പറ്റില്ല എന്നാണ് ജാസി എന്ന് പറഞ്ഞത്. ഈ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ വിളക്കെടുക്കുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും. പുരുഷന്മാര് സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുകയാണ് അവിടെ പതിവ്. ഇപ്പൊ അവിടെ കൂടുതലും ഈ ട്രാൻസ്ജെൻഡേഴ്സ്, അതായത് സ്ത്രീ പുരുഷനായവർ വന്ന് എടുക്കാറുണ്ട്. ഓക്കെ, ഇപ്പോ ഈ ഒരു ജാസി അന്ന് പറഞ്ഞു വെച്ചാൽ അവർക്ക് എടുക്കാൻ പറ്റില്ല, അവർ ട്രാൻസ്ജെൻഡർ ആയി മാറി എന്നാണ്. ഈ ട്രാൻസ്ജെൻഡർ ആയി കംപ്ലീറ്റ്ലി മാറുക എന്ന് പറയുന്നത് ആ ഒരു സർജറി ചെയ്ത് ഒരു പുരുഷൻ സ്ത്രീയായി മാറുമ്പോഴാണല്ലോ കംപ്ലീറ്റ്ലി അവർ ട്രാൻസ്ജെൻഡർ ആയി മാറുക എന്ന് പറയുന്നത്. അപ്പൊ ജാൻസി എന്നൊക്കെ പേര് തെറ്റിപ്പോന്നു. ജാസി, നീ അന്ന് പറഞ്ഞു വെച്ച എന്താ മോളെ? നിനക്ക് അന്ന് ആളുകളിൽ നിന്ന് രക്ഷപ്പെടണമായിരുന്നു, അതുകൊണ്ട് നീ അന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ദാ ഇവിടെ തെളിയാണ്. നീ തന്നെ പുതിയ ഇന്റർവ്യൂവിൽ പറഞ്ഞു നീ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, നീ ചെയ്യാൻ പോവുകയാണെന്ന്. അന്ന് നീ പറഞ്ഞത് എന്താണ്? നീ ട്രാൻസ്ജെൻഡർ ആയി മാറിക്കഴിഞ്ഞു എന്ന്. ട്രാൻസ്ജെൻഡർ ആയി മാറിക്കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീ പുരുഷനിൽ നിന്ന് സ്ത്രീയായി മാറി എന്ന് പറയുന്നത് നീ ആ ഒരു സർജറി കൂടെ ചെയ്ത് കംപ്ലീറ്റ് ആവുമ്പോഴല്ലേ, ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴല്ലേ നീ ഒരു പെർഫെക്റ്റ് ലേഡി ആയിട്ട് മാറുന്നത്. അപ്പോ ആയിട്ടില്ലേ? നിനക്ക് നിന്റെ സൗകര്യപ്രദം നീ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുകയാണ് എന്നിവിടെ തെളിയുകയാണ്. ഇനിയും ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് അങ്ങനെ പോകാം. ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ഇവർ പറയുന്നുണ്ട്. എനിക്കൊരു രീതിയിലും യോജിക്കാൻ പറ്റുന്നില്ല ഇവർ പറയുന്നതിനകത്ത്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഇവരെ ഒരു മനുഷ്യ സ്ത്രീ ആയിട്ട്, അല്ലെങ്കിൽ മനുഷ്യ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിയാണ്. അതുകൊണ്ട് എനിക്ക് അവരോടൊരു ബഹുമാനമുണ്ട്, അത് എപ്പോഴും ഉണ്ടാവും ഒരു മനുഷ്യ ജീവി എന്ന നിലയ്ക്ക്. അതല്ലാതെ
എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനോ ഒന്നുമല്ല. പിന്നെ വേറൊരു കാര്യം, എന്റെ ട്രാൻസ്ജെൻഡർ മിത്രങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ ട്രാൻസ്ജെൻഡേഴ്സ് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് പറയുക. കംപ്ലീറ്റ്ലി നിങ്ങളൊരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജെൻഡർ മാറുക എന്ന് പറയുന്നത് ആ ഒരു സർജറി കഴിയുമ്പോഴല്ലേ? അങ്ങനെയല്ലേ? എന്റെ ചെറിയ അറിവ് വെച്ചാൽ ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഇവര് പറഞ്ഞ മൊത്തം കള്ളത്തരമാണേ. അപ്പൊ നിങ്ങൾ തന്നെ ഇവരോട് ചോദ്യം ചെയ്യുക, എന്തിനാണ് പൊണ്ണ് തുന്തര അല്ലെങ്കിൽ തുന്തരി നീ ഇങ്ങനെ അവിടെ എവിടെയും തൊടാതെ അന്നൊന്ന് പറഞ്ഞു ഇന്നൊന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ എന്തിനാണ് എന്ന് നിങ്ങൾ തന്നെ ചോദിക്കുക അവരോട്. ഇനി ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഇവരുടെ പല കാര്യങ്ങളോടും പല അഭിപ്രായങ്ങളോടും ഒന്നും യോജിക്കാൻ പറ്റാറില്ല കേട്ടോ. എനിക്ക് എന്തോ അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്കൊരു പരിധിയിൽ കൂടുതൽ വലിയ താല്പര്യമൊന്നുമുള്ള ഒരാളല്ല. നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ താഴെ ഒന്ന് കമന്റ് പറയണേ. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വരെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാവേ. ഒന്ന് കേട്ടോ. എന്റെ കൊച്ചിയിലുള്ള എന്റെ ട്രാൻസ്ഫർ കമ്മ്യൂണിറ്റിയിലുള്ള പെട്ടെന്ന് ഒരുപാട് പേർക്ക് എന്നെ ഓൾറെഡി അറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നു. ഞാൻ എപ്പോഴും ഫാമിലിക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരുപാട് വലിയ ചർച്ച നടക്കുന്നത് ജാസി കല്യാണം കഴിച്ചു, ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു, പിന്നെ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് ജാസി പിന്നെ ഒരു പെണ്ണായി മാറിയത്. അപ്പൊ എന്തിനാണ് അങ്ങനെ നിന്നത്? ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് ഇപ്പോൾ കിടക്കുന്നുണ്ട്. ആ ഒരു ചോദ്യം എന്നും ഉണ്ടാവും ജാസി. പ്രത്യേകിച്ച് ഇവരുടെ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് മനസ്സിലാവും. ഇവരാദ്യമേ ഒരു പുരുഷനായിരുന്നു. ഇവർ ആ സമയത്ത് ഒരു കല്യാണവും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവർക്ക് പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ വ്യക്തി, ഇവരുടെ പാർട്ണർ ആരാണോ, നമ്മൾ അവരെ ഇവിടെ എക്സ്പോസ് ചെയ്യാനൊന്നും അല്ല നിൽക്കുന്നത്, പക്ഷെ ആരാണോ അവരോട് സംസാരിച്ച് ഡിവോഴ്സ് കൊടുത്തു. ഓക്കെ, അപ്പം എനിക്ക് ജാസിയോട് ചോദിക്കാനുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മുമ്പ് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കുക ഇവർ പറയുന്നത്. എന്നിട്ട് അങ്ങോട്ട് ചോദ്യങ്ങൾ ഉതിർത്താലേ ശരിയാവത്തുള്ളൂ. ഇതൊന്ന് കേട്ടെ. അപ്പോൾ ഞാൻ കുറേയൊക്കെ അത് ക്ലാരിറ്റി ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഒരു ആണായാലും ഒരു പെണ്ണായാലും രണ്ടുപേർക്കും ലൈഫ് ഉണ്ട്. ഇപ്പോൾ ഒരു ആൺ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നു, ആ വിവാഹ ബന്ധം രണ്ടുപേർക്കും ഈക്വലി ഓക്കെ ആണെങ്കിൽ അവർ ഡൈവേഴ്സ് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ആണ് ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കില്ല, ഒരു പെണ്ണ് ആണിന്റെ ജീവിതം നശിപ്പിക്കില്ല. ജാസി, ഒരു പെണ്ണുമാണും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. വളരെ നല്ലതാണത്. നിങ്ങൾ ആ പറഞ്ഞ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു. എന്നാൽ നിനക്കറിയായിരുന്നല്ലോ നിനക്കിത് പറ്റത്തില്ല. നിന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളൊരു സാധനം നിനക്ക് അറിയായിരുന്നു. പിന്നെ എന്തിനാണ് നീ ഒരു പെൺകുട്ടിയുടെ ജീവിതം തുലച്ചത്? അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ ഞാൻ. അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. പെട്ടെന്നൊരു ദിവസം പൊട്ടി വീണതാണോ അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ തോന്നിയതാണോ? ഓക്കെ, ഞാൻ ഈ ജെൻഡറിന് പറ്റിയ ആളല്ല, എന്റെ മൈൻഡും എന്റെ എല്ലാം കൊണ്ട് ഞാൻ മറ്റൊരു ജെൻഡറാണ് എന്ന് പെട്ടെന്ന് ഒരു ദിവസം നിന്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണോ നിനക്ക് തോന്നിയത്? ഇവിടെ ചില ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് അതാണ് ഈ ചില പരിപാടികളോട് എനിക്ക് ഇഷ്ടമല്ലാത്തത്. അതായത് ചില ട്രാൻസ്ജെൻഡറായി മാറിയ ആളുകൾ കല്യാണവും കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പോയി മാറും. എനിക്ക് അതാണ് എനിക്ക് യോജിക്കാൻ പറ്റാത്തത് ഇവരോടൊക്കെ, കുറെ ആളുകളോട്. കാരണം കല്യാണം കഴിച്ച് കുഞ്ഞു ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ ജെൻഡറിന് പറ്റിയ ആളല്ല എന്നും പറഞ്ഞ് മാറുന്നതൊക്കെ എന്തിന്റെ കടിയുടെയാന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അതിനകത്തൊന്നും മനസ്സിലായത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരു ഇൻഫ്ലുവൻസ്, ഈ ഒരു പരിപാടി, ലൈക്ക് നമുക്കൊരു പരിധി കൂടുതൽ പറയാൻ പറ്റില്ല, ഈ ഒരു കാറ്റഗറി കുറെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ട്. ചിലപ്പം എന്റെ തോട്ട് തെറ്റാവാം, ചിലപ്പോൾ ശരിയായിരിക്കാം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവർ ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ കല്യാണം കഴിച്ചവർ വരെ എന്തിനാ ഇങ്ങനെ ചേഞ്ച്, കുഞ്ഞു ആയവരൊക്കെ ചേഞ്ച് ചെയ്യുക. ഇനിയിപ്പോൾ ഇവരുടെ കാര്യം വന്നു കഴിഞ്ഞാൽ ജാസി, നിങ്ങളെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കല്യാണം കഴിച്ചപ്പോഴാണോ നിങ്ങൾക്ക് മനസ്സിലായത് ഇത് പറ്റുന്നില്ല എന്ന്? അതിന് മുമ്പേ നിങ്ങൾക്കൊരു എന്താണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കാണുമല്ലോ ഈ ഒരു എന്റെ ജെൻഡർ ഇതാണ്, എനിക്കിത് പറ്റുന്നില്ല, ഞാൻ മറ്റേതോട്ട് പോകണമെന്ന് നേരത്തെ തൊട്ട് ഒരു തോട്ട് കാണുമല്ലോ. അത് ഉള്ളിൽ വെച്ചിട്ട് ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ നിങ്ങൾ എന്താണെങ്കിലും ചതിക്കുകയായിരുന്നു. കാരണം എന്നും നിങ്ങളുമായിട്ട് കല്യാണം കഴിച്ച ആ ഒരു സ്ത്രീ വേറൊരു കല്യാണം കഴിച്ചാലും ശരി, ഒരു രണ്ടാം കെട്ടുകാരി തന്നെയാണ് അവള്. അവളുടെ ജീവിതം നിങ്ങൾ അങ്ങനെ തുലച്ചു എന്ന് തന്നെ പറയുള്ളൂ. അല്ലാതെ നിങ്ങൾ എത്രയൊക്കെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നടക്കുകയല്ല. ഇനിയും ന്യായീകരണമുണ്ട്. നിങ്ങളതൊന്ന് ബാക്കി കേട്ടെ. ആ പ്രോസസ് തന്നെയാണ് എന്റെ ലൈഫിൽ നടന്നത്. ഞങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റില്ല. ഞാൻ എന്റെ ലൈഫ് എന്താ പറയാ, എന്റെ ഒരു പൂർണ്ണത്തിലേക്ക് ഞാൻ എത്താൻ വേണ്ടിയിട്ടും. പക്ഷെ ഞങ്ങൾ ഭയങ്കര മ്യൂച്വൽ ആയിട്ട് ഹാപ്പി ആയിട്ട് പിരിഞ്ഞ വ്യക്തികളാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടിട്ട് ജാസിയുടെ ഭാര്യ വന്ന് ഇത് പറഞ്ഞു, അങ്ങനെയൊക്കെ വലിയ ഇതിൽ കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം വളരെ മ്യൂച്വൽ, രണ്ട് ഫാമിലി വളരെ മ്യൂച്വൽ ആയിട്ട് ചെയ്തൊരു ഡിവോഴ്സ് ആണ്. നിങ്ങളാണിത് പറയുന്നത് വളരെ സ്നേഹത്തോടെ മ്യൂച്വൽ ആയിട്ട് നിങ്ങൾ മാറിപ്പോയതാണെന്ന്. വേറെ ആരും വന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറഞ്ഞാലേ അങ്ങനെ നമുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ്ലി വിശ്വസിക്കാൻ പറ്റുള്ളൂ വളരെ മ്യൂച്വൽ ആയിട്ട് ചെയ്തതാണെന്ന്. ഞാൻ എന്ന് വെച്ചിട്ട് ഒരിക്കലും പറയില്ല ആ ഒരു സ്ത്രീ വന്ന് നമ്മളോട് പറയണമെന്ന് ഞാൻ പറയില്ല. അവർ എക്സ്പോസ്ഡ് ആവണ്ട. അവരുടെ ജീവിതം ഒന്നാമത് ഇവർ കാരണം പകി നശിച്ചു. ബാക്കി ഇനി അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ വീണ്ടും പറയുന്നു, ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിച്ചാൽ അവർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അവര് പിരിഞ്ഞു പോകുന്നേ നല്ലത്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ വേറൊരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ അത് ഉള്ളിൽ വെച്ച് വേറൊരാളെ കല്യാണം കഴിച്ച അയാളുടെ ജീവിതം നശിപ്പിച്ചതിനകത്ത് പിന്നെ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ന്യായീകരണവും പറയാൻ പറ്റില്ല.
ആ കുട്ടിയുടെ ജീവിതം പോയത് തന്നെയാണ് നിങ്ങൾ കാരണം. ഇനി എന്തൊക്കെ ന്യായീകരിച്ചാലും ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കൺഫേം ചെയ്യണമായിരുന്നു. ഓക്കെ, എനിക്ക് പറ്റില്ല, നേരത്തെ തൊട്ട് എൻ്റെ മനസ്സിൽ ചെറിയൊരു സാധനം ഉണ്ട്, ഇനിയിപ്പം കല്യാണം കഴിച്ചാലും എനിക്കത് മാറില്ല എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ ഒരാൾ ഒരിക്കലും പിടിച്ചിടരുത് അതിനകത്തേക്ക്. നിങ്ങൾ അതാണ് ചെയ്തത്. ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റില്ല. കുറച്ചും കൂടെ അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ കരിയർ ആയിട്ട് നോക്കി ആ കുട്ടി പോകുന്നു. ഞാൻ എന്റെ കരിയറുമായിട്ട് ഞാൻ ഇതാക്കുന്നു. കാരണം എന്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ, കാരണം എനിക്ക് രണ്ട് ചേച്ചിമാരാണ്. ഞാൻ എന്റെ ഫാമിലിയിൽ ഞാൻ ആദ്യം ഒരു ട്രാൻസ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീയിലേക്ക് മാറി കഴിഞ്ഞാൽ എന്റെ ചേച്ചിമാരുടെ ലൈഫ് എന്താവും, അല്ലെങ്കിൽ അവർക്ക് വേറെ നല്ലൊരു ലൈഫ് കിട്ടുമോ, പിന്നെ എന്റെ കുടുംബം, ഞാൻ നന്നായിട്ട് കുടുംബത്തെ പേടിച്ചിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറേ മുന്നേ ട്രാൻസ് ആയി മാറുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ഇടക്കാണ് ഞാൻ എന്റെ സ്വന്തം മനസ്സിലാക്കി ഞാൻ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ദുബായിലാണെങ്കിലും ഇവിടെ വന്നിട്ടാണെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഞാനിപ്പോൾ എന്റെ ലൈഫിലേക്ക് മാറുന്നത്. ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ്ലി കഴിഞ്ഞില്ലല്ലോ, കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറിയില്ലല്ലോ. മാറിക്കഴിഞ്ഞിട്ട് പറയാം. മാറിക്കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ജെൻഡർ ആയി എന്ന് നിങ്ങൾ പറയേണ്ടത്. മനസ്സിലായില്ലേ? എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇനി അറിയാവുന്ന, ഇതിനെപ്പറ്റി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർ ഒന്ന് താഴെ കമന്റ് ബോക്സിൽ പറയണേ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ജാസി, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ നോക്കി, അതുകൊണ്ടാണ് നിങ്ങൾ ലേറ്റ് ആക്കിയെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ നോക്കണം എന്നുള്ളൊരു സാധനം ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. കാരണം നിങ്ങൾക്ക് രണ്ട് ചേച്ചിമാരാണ്, നിങ്ങൾ നേരത്തെ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നല്ലൊരു കല്യാണം നടക്കത്തില്ല. ആ ഒരു സാധനമൊക്കെ അറിയാവുന്നത് കൊണ്ട് നിങ്ങൾ അവരെയൊക്കെ സേഫ് ആക്കിയിട്ട് നിങ്ങൾ മാറി. ഓക്കെ, നല്ല കാര്യം. നിങ്ങളുടെ കുടുംബത്തിനോട് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നല്ലോ. ആ സ്നേഹം തന്നെ നിങ്ങൾ കല്യാണം കഴിച്ച ആ പെൺകുട്ടിയോട് കാണിക്കണമായിരുന്നു. കാരണം ഇതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഈ വീഡിയോ കാണുന്നവരോടാ, ഇവരുടെ കല്യാണത്തിന് മുമ്പ്, ഇവരുടെ ചേച്ചിമാരുടെ കല്യാണം, ആ ഒരു സംഗതിയൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇവർക്ക് അറിയാമായിരുന്നു. ഇവർ പറയുന്നുണ്ടല്ലോ, ഇത് പ്രോപ്പർലി അവരുടെ വായിൽ നിന്ന് തന്നെ എല്ലാം വീഴുന്നുണ്ട്. മൊത്തത്തിൽ ഞാനൊരു ഉടായിപ്പാണെന്നുള്ള കാര്യം അതാണ് ഇവിടെ തെളിയുന്നത്. അവർ തന്നെ പറയുന്നു, എൻ്റെ ചേച്ചിമാരുടെ കല്യാണം അവരെ സേഫ് ആക്കണം, ഇല്ലെങ്കിൽ ഞാനിങ്ങനെ മാറിക്കഴിഞ്ഞാൽ പണിയാകും. ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ കുഞ്ഞെ നിന്റെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ നീ എന്തിനാ കല്യാണത്തിന് നിന്ന് കൊടുക്കാൻ പോയി? ചേച്ചിമാരുടെ കല്യാണത്തിന് മുമ്പ് തന്നെ നിനക്ക് അറിയായിരുന്നു നീ ഇങ്ങനത്തെ ഒരാളാണെന്ന്. പിന്നെ എന്തിന് നിന്റെ വായിൽ നിന്ന് തന്നെ വീഴുകയാണ് ജാസി, നിന്റെ വായിൽ നിന്ന് തന്നെ. ഞാൻ ഇത്രയും നേരം കിടന്ന് ചലച്ചത് മൊത്തം ഇവിടെ തീർന്നു. നിന്റെ വായിൽ നിന്ന് തന്നെ വീണു. ചേച്ചിമാരുടെ കല്യാണം, ഇല്ലെങ്കിൽ അവർക്ക് നല്ല ജീവിതം കിട്ടത്തില്ല, അവരെ സേഫാക്കി, കുടുംബം നോക്കി. അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? നേരത്തെ തന്നെ അവർക്ക് അറിയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ചേച്ചിമാരെല്ലാം കല്യാണം കഴിച്ച് ഇവിടെ ഒന്ന് ഒരു അടിച്ചു നോക്കി. ഇനി എങ്ങാനും പണി പാടിയില്ലെങ്കിലോ, അതുകൊണ്ട് വേറൊരാളെ കെട്ടി. അങ്ങനെ തന്നെ എനിക്ക് ഇതിനകത്തൊന്നും തോന്നുന്നത്. അവൾ തന്നെ പറയുന്നു. ഞാൻ പിന്നെ പറയുന്നത് തെറ്റുണ്ടോ? അവര് തന്നെ പറയുന്നു, ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തു. പിന്നെ അതിനകത്ത് വന്നിരുന്ന് ന്യായീകരിക്കാൻ നിൽക്കരുത്. എത്രയൊക്കെ ന്യായീകരിച്ചാലും നിങ്ങളുടെ വായിൽ തന്നെ സത്യം വീണു. ഇവിടെ തീർന്നു. നിങ്ങൾ അമ്പലത്തിലെ ക്ലിപ്പ് അതൊക്കെ വിട്ടേക്കു. ഇവിടെ തീർന്നില്ലേ? നിങ്ങൾ തന്നെ പറയുന്നില്ലേ കുടുംബത്തിനെ നോക്കിയോണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയെന്ന്. അപ്പൊ നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിയായിരുന്നു. എന്തായാലും നിങ്ങളുടെ ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് അല്ലേ? ആയിരിക്കുമല്ലോ, സാധാരണ അങ്ങനെയാണല്ലോ. മൂത്തവരുടെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ അവരുടെ എവിടെയൊക്കെ ആയിട്ടുള്ള ഇളവർ ആദ്യമേ കല്യാണം കഴിക്കുന്നത്. നിങ്ങളുടെ ഒരു ഇഷ്യൂവിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾ തന്നെ പറയണം. അപ്പം നിങ്ങൾ പറഞ്ഞ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഇതാണ്, അവരുടെ കല്യാണം കഴിച്ച് സേഫ് ആയതിനു ശേഷം നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആയി. അപ്പൊ അവരുടെ കല്യാണം കഴിഞ്ഞ് നിങ്ങളൊരു കല്യാണം നോക്കി നടന്നില്ല. ഇത്രേ ഉള്ളൂ. ബാക്കി കൂടെ ഉണ്ട്, കുറച്ചും കൂടെ കേൾപ്പിച്ചു തരാം. ഒന്ന് കേട്ടെ, ഇതിവിടെ പൊളിച്ച് തീർക്കുക. ഇനി നമുക്കിനി സംസാരിക്കാൻ വയ്യ. ഞാൻ ആകെ ഒരു തവണ ഇവരുടെ വിഷയം എടുത്ത് വീഡിയോ ചെയ്തിട്ടുള്ളൂ. ഇത് രണ്ടാമത്തെയാ. ഇനി എനിക്ക് വയ്യ, തീർത്ത് വിടുക. ദാറ്റ്സ് ഇറ്റ്. കേട്ടോ ബാക്കി. അത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പേഴ്സണലി പറയാനായിട്ട്. കാരണം വീട്ടിൽ ഇങ്ങനെ നോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ശരിയാവും, ആണുങ്ങളെ കൂടെ പോയിട്ട് കളിച്ചാൽ മതി, അല്ലെങ്കിൽ ജിമ്മിൽ പോയാൽ മതി. അങ്ങനെയൊക്കെ ജിമ്മിൽ പോയി, പിന്നെ അതേപോലെ ഡോക്ടർമാരുടെ അടുത്ത് പോയി, അങ്ങനെയൊക്കെ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു അതൊക്കെ ചെയ്താൽ മതി, അങ്ങനെ മാറുന്നു. പക്ഷേ ഇതൊരു മാറുന്ന ഒരു അവസ്ഥയല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇത് അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. ഇത് കുറേ എനിക്ക് മനസ്സിലായി. എൻ്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം പിന്നെ എൻ്റെ ചേച്ചിമാരെ കല്യാണം കഴിഞ്ഞു, ഉപ്പ മരണപ്പെട്ടു, എല്ലാവരും സ്റ്റേബിൾ ആയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എല്ലാവർക്കും അവരുടേതായ ലൈഫിലേക്ക് അവർ മാറി. എന്തുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോഴും ഒരു അഭിനയിച്ച് ജീവിക്കുന്നത്? അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ലൈഫിൽ അഭിനയിക്കേണ്ട, ഞാൻ എന്താണോ അതായിട്ട് ജീവിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനൊരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത്. നന്നായി ഇങ്ങനെ ഇരിക്കുക. മറ്റുള്ളവരുടെ ജീവിതം തകർത്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ ചിലപ്പം നല്ല തുക കാണുമായിരിക്കും അല്ലയോ? എന്നിട്ടിരുന്ന് അങ്ങനെ ന്യായീകരിച്ച് മെഴുകിയാൽ മതി. കാണും. അപ്പം നിങ്ങൾ ആദ്യം ഒരു ഗേ കപ്പിൾസ് ആയിരുന്നു, ജാസി ആഷിം. പിന്നീടാണ് ജാസി ഒരു ട്രാൻസ്ജെൻഡർ മീൻസ് ഒരു ലേഡി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു ഇതിലോട്ട് തീരുമാനം. ഗേ കപ്പിൾസ് എന്നല്ല, ഞാൻ പൊതുവെ ഞങ്ങൾ രണ്ടുപേരും ഞാൻ താടി വെച്ചേ ഉള്ളൂ. കാരണം എനിക്ക് ദുബായിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ നിയമങ്ങൾ പാലിക്കണം. കാരണം അവിടെ ഒരിക്കലും ട്രാൻസിന് അല്ലെങ്കിൽ ഇങ്ങനെ ഗേകൾ അവിടെ സപ്പോർട്ട് ഇല്ല, ആ ഒരു കൺട്രിയിൽ, മുസ്ലിം കൺട്രി ആയതുകൊണ്ട്. അപ്പൊ എനിക്ക് അവിടെ താടി വെക്കാണ്ട് ഞാൻ ഇതേപോലെയൊക്കെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പഴയ പ്രശ്നങ്ങളും നേരിടും. ആൾമാട്ടത്തിന് എനിക്ക് നിയമം നേരിടേണ്ടി വരും. അപ്പൊ ദുബായിൽ ജീവിക്കുന്നതുകൊണ്ട് പേടി ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ കേരളത്തിൽ എന്ത് തോന്നിവാസവും ഇവിടെ
കേട്ടല്ലോ നിങ്ങൾ. ഇവിടെ മാത്രം എന്തും നടക്കും. അമേരിക്കയിൽ നടന്നേക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ, വിശദീകരിക്കണ്ടല്ലോ. അടിച്ച് പുറത്താക്കി ട്രംപണ്ണൻ, വേണ്ട ഇവിടെ കാണിച്ചു. ദുബായിലും പേടിയുണ്ട്, മനസ്സിലായില്ലേ? ഇവിടെ നമ്മുടെ നാട്ടിൽ എന്തും നടക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഒരു വിഷയത്തിലും അത് തെളിഞ്ഞിരിക്കുകയാണ്. ബാക്കി അപ്പൊ എനിക്ക് ആ ഒരു രാജ്യത്ത് ജീവിക്കുന്നതുകൊണ്ടാണ് ഞാൻ എന്താ പറഞ്ഞത്, ഓക്കെ ഞാൻ താടി വെച്ചു, ആശ താടി വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ ഓക്കെ നിങ്ങൾ ഗേ കപ്പിൾസ് ആണ്. പക്ഷെ എന്റെ ഉള്ളിൽ ഞാൻ ഒരു എന്താ പറയാ പെണ്ണെന്നായിരുന്നു. പക്ഷെ ആ താടി എനിക്ക് സത്യമായ ഒരു കവചമായിരുന്നു. എന്റെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ച ഒരു കവചം. പിന്നെ നാട്ടിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, നമ്മളായിട്ട് ജീവിക്കണം, ഇവിടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാൻ ഓൾറെഡി താടിയൊക്കെ എടുത്ത് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളായിട്ട് ജീവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ജാസി, വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യം. പക്ഷേ അതൊരു കൂട്ടം ജനതയെ ഇൻഫ്ലുവൻസ് ചെയ്ത് കുറെ പേരുടെ കണ്ണീരും ശാപവും കുറെ പേരുടെ ജീവിതം മാറ്റിമറിക്കുക, അതൊക്കെ നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങളുടെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് ചിലപ്പം ഒരുപാട് പേര് ചേഞ്ച് ആയി. ചിലപ്പം അകത്തൊരു സാധനം എവിടെയെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇല്ല അത് അങ്ങനൊന്നും അല്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെ മൂവ് ഓൺ ചെയ്യണ്ട, എവിടെയോ ഒരു തെറ്റ് തിങ്ക് ചെയ്താൽ പോലും അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ, അത് ഒരുപാട് പേരുടെ കണ്ണീരിലല്ലേ അവസാനിക്കുന്നത്? അല്ലേ? ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. എല്ലാം ഞാൻ പറയുന്നത് ശരിയായിരിക്കണമെന്നുമില്ല. ഞാൻ പറയുന്നത് എല്ലാം ശരിയാവണമെങ്കിൽ ഞാൻ ആരാ? വൺ ടീമോ? അത്ര വലിയ ടീമൊന്നും അല്ല. പക്ഷെ എൻ്റെ ചിന്താഗതിയിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മാത്രമേ ഞാൻ ഈ പറയുന്നുള്ളൂ. എനിക്കൊരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. എത്ര പേർക്ക് അങ്ങനെ യോജിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്കറിയില്ല. എനിക്ക് പറ്റുന്നില്ല. എന്താണെങ്കിലും ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ എത്ര പേര് ഈ മുസ്ലിം മതത്തിൽ നിന്നിട്ട് അവർ ഹറാമൊന്നും ചെയ്യുന്നില്ലേ? എത്രയോ പേര് ചെയ്യുന്നുണ്ട്, അതൊന്നും ആൾ അറിയുന്നില്ല. ഇപ്പൊ ഉസ്താദ്മാർ യൂട്യൂബിൽ കയറി കളിക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ കയറി കളിക്കണം. അങ്ങനെ മുസ്ലിം മതത്തിൽ ചെയ്യല്ലോ. ടി പോലും വീട്ടിൽ ഹറാമില്ലേ? ഷെയ്ത്താൻ പെട്ടി നല്ല ടിവിക്ക് പറയാ. അതിപ്പോ എല്ലാ മുസ്ലിങ്ങളുടെ വീട്ടിലുള്ളേ, എല്ലായിടത്തും ഉണ്ട്. എന്നിട്ട് അവരൊക്കെ മുസ്ലിം മതത്തിലല്ലേ ജീവിക്കുന്നത്. എന്താണ് ഖുറാൻ? ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഒന്നും വേണ്ട, ഖുറാൻ ഗ്രന്ഥം പോലും ആക്കാൻ തോന്നില്ല. ഫോണിലല്ലേ ഫുള്ള് ഖുറാനും സൂറത്തും കാര്യങ്ങളൊക്കെ എല്ലാ അമ്മമാരും എല്ലാ കഥമാരും എല്ലാം തോന്നിയിട്ടല്ലേ ഇപ്പോൾ ഖുറാൻ ഓതുന്നത്. അങ്ങനെയൊക്കെ അതൊക്കെ മുസ്ലിം മതത്തിൽ പെട്ടല്ലേ? അങ്ങനെ ഉസ്താദ്മാർ ഈ യൂട്യൂബിലേ വരാൻ പാടില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും വരാൻ പാടില്ല, ടിക്ടോക്കിൽ വരാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് നിഷിദ്ധമാണ്. മുസ്ലിം മതത്തിലുള്ള ആൾക്കാർക്ക് പൊട്ടിടാൻ പാടില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ, തല മറക്കണം, ഇതൊക്കെ ആയിട്ട് ആരും ജീവിക്കുന്നൊന്നുമില്ലല്ലോ. അതേപോലെ സാധാരണ വ്യക്തി തന്നെ ഞാനും. അപ്പൊ ഞാനും ചില കാര്യങ്ങൾ ഞാൻ 100% പെർഫെക്റ്റ് ഒന്നല്ല, ഞാൻ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്റെ മതത്തിൽ, എന്റെ ഈമാനിൽ എനിക്ക് അതിന്റെ ഉള്ളിനുള്ളിലുണ്ട്. അതെങ്ങനെ ജാസി പോസിബിൾ ആവുന്നത്? കാരണം ജാസി ജനിച്ചത് ഒരാണായിട്ടാണ്, ഇപ്പൊ പൂർണ്ണമായിട്ട് ഒരു പെണ്ണായിട്ട് മാറുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇത് മതം നിഷിദ്ധമാക്കിയ കാര്യമാണ്. മതത്തിൽ പറയുന്നത് പെൺവേഷം കെട്ടി നടക്കുന്നവരെന്നാണ്. ആണുങ്ങൾ പെൺവേഷം കെട്ടുന്നതും പെണ്ണുങ്ങൾ ആൺവേഷം കെട്ടുന്നതും. ഇപ്പോഴത്തെ തലമുറയിൽ ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല. ആൺകുട്ടികൾ മുടി വളർത്തി നല്ല മുടി വളർത്തിയിട്ട് പെണ്ണുങ്ങൾ ടൈപ്പ് ഓഫ് ജീൻസും ബാഗി ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കുന്നില്ലേ? പെൺകുട്ടികളാണ് ജീൻസ് പാന്റ് ഷർട്ട്. നമ്മൾ അങ്ങോട്ട് പേര് ചോദിക്കണം, പേരെന്താ? പെൺകുട്ടിയായിരുന്നു അല്ലേ? ബോയ്ക്കട്ട കടിച്ച് പെൺകുട്ടികൾ നടക്കുന്നില്ലേ? എത്ര മുസ്ലിം പെൺകുട്ടി നടക്കുന്നുണ്ട്, എത്രയോ പേര് നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ വിശ്വാസമാണ്. കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നതോട് ഞാൻ യോജിക്കുന്നു. എന്നാൽ പോലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആണിനെയും പെണ്ണിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ ഇപ്പം ചില സ്ത്രീകളുണ്ട്, പുരുഷന്മാരുടെ പോലെ ബോയ്ക്കട്ടൊക്കെ ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ എന്നും ഒരു സ്ത്രീ തന്നെയാണേ. അവരാരും ഞാൻ മാറാൻ പോവാണ് എന്നെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലേ. ഇത് മറ്റേ ഓരോ ആൾക്കാരുടെയും മറ്റേ ഡ്രസ്സിന്റെയും അങ്ങനെ ആൾക്കാരെ ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ജാസി. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ സാധനത്തിനോട് യോജിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കാണിക്കുന്ന ഇതുമായിട്ട് നിങ്ങൾ അങ്ങ് മിക്സ് ചെയ്ത് ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെയ്തത് വേറെ. ഓക്കെ, ഒരാളുടെ ജീവിതം അത് എന്തൊക്കെ നിങ്ങൾ റീസൺ പറഞ്ഞാലും ജാസി, ചിലപ്പോൾ നേരത്തെ പറഞ്ഞത് തെറ്റായേക്കാം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ചേച്ചിമാരുടെയൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പായിരിക്കും ചിലപ്പോൾ നിങ്ങൾ മറ്റേ ഒരു കല്യാണത്തിന് പോയത്. പക്ഷെ എങ്കിലും എൻ്റെ ചോദ്യം അത്രേ ഉള്ളൂ, ഇച്ചിരി ഉള്ളൂ, ഒരു കുഞ്ഞു ചോദ്യമാണ്. എന്താണെങ്കിലും ഒരു ടൈം, ഒരു 18-19 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ കാണുമല്ലോ. പെട്ടെന്ന് 1-2 നിങ്ങൾക്ക് അങ്ങനെ വന്നതാണോ? പെട്ടെന്ന് 1-2 ദിവസം കൊണ്ട് വന്നതാണോ? ചില ആൾക്കാരുടെ ഞാൻ പറഞ്ഞില്ല, ഇൻഫ്ലുവൻസ് ചെയ്ത് ചില ആൾക്കാർ മാറുന്നു, അങ്ങനെ വല്ലതും വന്നതാണോ? നിങ്ങൾ പെട്ടെന്ന് മാറിയൊന്നും അല്ലല്ലോ, വർഷങ്ങളായിട്ട് ചിലപ്പോൾ ആലോചിച്ചൊക്കെ മാറിയതായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു വിവാഹത്തിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഫൈനൽ ചെയ്യണമായിരുന്നു. അല്ലാതെ ഒരാളുടെ ലൈഫ് നശിപ്പിച്ചിട്ട് പിന്നെ വന്നിരുന്ന കഥയല്ല. എത്രയൊക്കെ ന്യായീകരിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു പുരുഷനും ഒരു സ്ത്രീയും കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും ഒരാളുടെ മിസ്റ്റേക്ക് കൊണ്ട് പിന്നെ ആ ഒരു ആളുടെ മിസ്റ്റേക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലായി. എന്നിട്ട് അവർ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്ത് രണ്ടുപേരും 2 വഴിക്ക് പോയാലും എപ്പോഴും ആ ഒരു വേർപിരിയലിന് കാരണം ആരാണോ ആദ്യമേ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അയാൾ തന്നെ ആയിരിക്കുമല്ലോ, അല്ലേ? അങ്ങനൊരു കാരണമാണ് നിങ്ങളും ഒരു സ്ത്രീയുടെ ജീവിതം ഇല്ലാതാക്കിയതിന്. എപ്പോഴും ആ ഒരു സ്ത്രീ, അത് ആരാണെങ്കിലും അവരൊരു 2ാം വിവാഹിതക്കാരി ആയിരിക്കും ഇനി അങ്ങോട്ട്.
എന്തിനതിനൊക്കെ നിങ്ങൾ അവസരമുണ്ടാക്കി? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വീണ്ടും പറയുന്നു, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.